Hi students, a very good morning to all. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് why demand curve slopes downward and exceptions to the law of demand. ഈ രണ്ട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിമാൻഡ് കർവ് എന്താ, ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ഡിസയർ പ്ലസ് എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ, ദാറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് അല്ലേ. ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിമാൻഡ് എന്ന് പറയുക. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത്. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് ഷോസ് ദ റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ലൈക്ക് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും, അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ലോ ഓഫ് ഡിമാൻഡിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓഫ് ഡിമാൻഡിൽ പറയുന്നത് ഇതാണ്: ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ആൻഡ് അറ്റ് ലോവർ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ബി ഹൈ. അതായത് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടുതലായും പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അവരുടെ ഇൻകം, റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റായി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. വിത്തൗട്ട് ചേഞ്ച് ആയാൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് ഓപ്പറേറ്റിംഗ് ആവുള്ളൂ. ലോ ഓഫ് ഡിമാൻഡ് ഓർത്ത് വയ്ക്കുക: ഹയർ ദ പ്രൈസ് ലോവർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് വൈസ് വേഴ്സ, അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ എന്താ, ഡിമാൻഡ് കർവ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ്, അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഷോൺ ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും കോളംനാർ വൈസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുക. അപ്പോൾ ടാബുലാർ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ. അറിയാം രണ്ട് തരത്തിലുള്ള ഡിമാൻഡ് ഷെഡ്യൂൾസ് ഉണ്ട്: ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുക. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഒരുമിച്ചുള്ള പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളാണ് എന്ത്, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡിമാൻഡ് കർവ്. അതായത് ഡിമാൻഡ് ഷെഡ്യൂൾ തന്നെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക, ഒരു ചാർട്ടോ ഗ്രാഫിലോ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ രണ്ട് വേരിയബിൾ ലോ ഓഫ് ഡിമാൻഡിലുള്ള പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും എന്താണ്, ഒരു ചാർട്ടിനകത്ത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ പ്രൈസും വൈ ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡും ആണ് ഡിമാൻഡ് കർവിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സോ ഡിമാൻഡ് കർവ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അറിയാം ഈ ഡിമാൻഡ് കർവ് എപ്പോഴും എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് ബോട്ടം സൈഡിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് ഡിമാൻഡ് കർവ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ബോട്ടം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദീസ് ആർ ഹൈലൈറ്റഡ് ഹിയർ ഇൻ ബുള്ളറ്റ്സ്. First one, law of diminishing marginal utility, then substitution effect, income effect, new buyers, old buyers. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ആദ്യം നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം.
ഈച്ച് ഇൻക്രീസിങ് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഇറ്റ്സ് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. ഇതാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പോയിന്റ് കഴിഞ്ഞ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി മീൻസ് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു തേഴ്സ്റ്റി ആയിട്ടുള്ളൊരു വ്യക്തി ആ ദാഹം മാറുന്ന വരെ എന്തെങ്കിലും വെള്ളം കഴിക്കും അല്ലേ. അത് കഴിഞ്ഞ് ഇനി അഡീഷണൽ ക്വാണ്ടിറ്റി അയാൾ മേടിക്കും തോറും എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന, അയാൾ ഹാപ്പിയാണ്, ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. അഡീഷണൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും, അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവേ തരുള്ളൂ. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അനുസരിച്ച് എന്താണ്, കൺസ്യൂമർ ഈസ് നോട്ട് വില്ലിംഗ് ടു പേ മോർ പ്രൈസ് ഫോർ ദ കമ്മോഡിറ്റി ആൻഡ് ദിസ് ഡിമാൻഡ് വിൽ ഡിക്ലൈൻ. മാംഗോ, ഇപ്പോൾ ഒരാൾ മാംഗോ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അത് ഒരു കിലോന് 50 രൂപയൊക്കെ ആകുമ്പോൾ അയാൾ എന്താണ് പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോഡക്റ്റ് ചീപ്പായി കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, ബട്ട് എന്താണ്, ഇനി അഡീഷണൽ ഒരു ക്വാണ്ടിറ്റി മേടിക്കണമെങ്കിൽ അതിനൊരു 150 രൂപ കൊടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ആ വ്യക്തി എന്താണ്, ഓൾറെഡി അയാൾ കഴിച്ചുകൊണ്ട് അയാളുടെ വിശപ്പെല്ലാം മാറിയിട്ടുണ്ട്, ഹീ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അഡീഷണൽ പ്രൈസ് കൊടുത്തുകൊണ്ട് അഡീഷണൽ ക്വാണ്ടിറ്റി എന്താണ് ആ കൺസ്യൂമർ പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ, ആ മാംഗോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയിൽ നമുക്കറിയാം. ഇവിടെ എന്താ ചെയ്യുന്നത്, മാംഗോൻ്റെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ്. ബിക്കോസ് അവിടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. അവിടെ ആ അഡീഷണൽ യൂണിറ്റിന് അഡീഷണൽ പ്രൈസ് ആ വ്യക്തി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അയാൾ വില്ലിങ് ആയിരിക്കില്ല. എക്സ്ട്രാ യൂട്ടിലിറ്റിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ പ്രൈസ് കുറയുമ്പോൾ അവിടെ എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ബിക്കോസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഹയർ ദ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് തന്നെയായിരിക്കും. നെക്സ്റ്റ് റീസൺ ഫോർ സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാവുന്നതാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന 2 എക്സാമ്പിളാണ് ടീ ആൻഡ് കോഫി. ടീക്ക് പകരം ടീയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്താണ്, കൺസ്യൂമേഴ്സ് ക്യാൻ യൂസ് കോഫി അല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ടീയുടെ പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമേഴ്സ് അവരുടെ ഡിമാൻഡ് കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ടീയുടെ എന്ത് കുറയും, ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും ബിക്കോസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ദയർ ഡിമാൻഡ് വിൽ ഡിക്രീസസ്. അപ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അവർ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, ഹയർ ദ പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇസ് എ ഡിമാൻഡ് വിൽ ഡിക്രീസസ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പ്രകാരം ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ആയിരിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇൻകം എഫക്റ്റ് ആണ്. നമുക്കറിയാം ഒരു വ്യക്തിയുടെ ഇൻകം കൂടുമ്പോൾ അയാളുടെ ഡിമാൻഡ് ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയൽ ഇൻകം ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഓഫ് ദ പേഴ്സൺ കുറയാണ് ചെയ്യുക. അതായത് നമുക്കറിയാം പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് എന്താ, കപ്പാസിറ്റി ടു പർച്ചേസ് മോർ ഗുഡ്സ് ആണ്. പ്രൈസ് കുറയുമ്പോൾ പർച്ചേസിങ് പവർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻക്രീസസ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാംഗോൻ്റെ പ്രൈസ് 50 രൂപയാവുമ്പോൾ 5 കിലോ മാംഗോ 250 രൂപയ്ക്ക് മേടിക്കാനായിട്ട് പറ്റും. മാംഗോൻ്റെ വില 100 രൂപയാവുകയാണെങ്കിലോ കിലോന് നമുക്ക് 2.5 കിലോ മാത്രമേ അതിനകത്ത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പർച്ചേസിങ് പവർ ഓഫ് ദ പീപ്പിൾ കുറയാണ് എപ്പോൾ, പ്രൈസ് കൂടുമ്പോൾ. ഇൻകം എഫക്റ്റ് പ്രകാരം പ്രൈസ് കൂടുമ്പോൾ പർച്ചേസിങ് പവർ കുറയും, കപ്പാസിറ്റി ടു പർച്ചേസ് വിൽ ഡിക്രീസസ്, ദെയർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൾസോ വിൽ ഡിക്രീസസ്. ഉള്ളൂ പ്രൈസ് കൂടുമ്പോൾ ആ വ്യക്തിയുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ റിയൽ ഇൻകം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മേടിക്കുന്നതിനേക്കാളും കുറവ് മാത്രമേ ആ വ്യക്തിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. ഒരു കാരണം ഡിമാൻഡ് കർവ് സ്ലോപ്പ് ചെയ്യാനുള്ളത് ന്യൂ ബയേഴ്സാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു, പുതിയ ഒരുപാട് കൺസ്യൂമേഴ്സ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കറിയാം പ്രൈസ് കുറയുമ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നൊരു കേസാണ്. അപ്പോഴും എന്താണ്, ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഫ്രം ഡൗൺവേർഡ് ടു
ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഡിസ്കൗണ്ട് സെയിൽ വരാം. അപ്പോൾ നമുക്കറിയാം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു ഷർട്ടൊക്കെ ആണെങ്കിൽ 1000 രൂപയുടെ ഒരു 500 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യും. അവിടെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാണ് ചെയ്യുന്നത്. ഇത് തന്നെ എന്താണ് ഓൾഡ് ബയേഴ്സിനും വരാം. അതായത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ എന്തായും അത് മേടിക്കും. അപ്പോഴും എന്താ അവിടെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാണ് ചെയ്യുന്നത്. അറിയാം ആപ്പിളിനൊക്കെ ഒരു നല്ല റേറ്റ് ഉള്ളതാണ് സാധാരണ സീസണിൽ അല്ലേ. അപ്പോൾ ഓഫ് സീസണൊക്കെ വരുമ്പോൾ 100 റുപ്പീസിനൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു 5 ആപ്പിൾ അങ്ങനെയൊക്കെ ആയിരിക്കും മേടിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ അതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, വി വിൽ പർച്ചേസ് ഇറ്റ് ഇൻ ബൾക്ക്. നമ്മൾ ഒരു 2 കിലോ 3 കിലോ ഒക്കെ മേടിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഓൾഡ് ബയേഴ്സ് തന്നെയായിരിക്കും പ്രൈസ് കുറയുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വരുന്നത് ഡിഫറെൻറ്റ് യൂസേഴ്സ് ഓഫ് കമ്മോഡിറ്റി ആണ്. അതായത് ഇപ്പോൾ അതിന് ഏറ്റവും എക്സാമ്പിൾ പറയാവുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ നമ്മളത് പല യൂസേഴ്സിനായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഇലക്ട്രിക് ഹീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. ബട്ട് വെൻ ദ പ്രൈസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻക്രീസസ്, ഡബിൾ ചാർജൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിയുടെ യൂസസ് പതുക്കെ കുറയ്ക്കും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിക് കുക്കേഴ്സൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി ഗ്യാസ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാം, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാം. വരുന്നത് ടെൻഡൻസി ടു സാറ്റിസ്ഫൈ അൺസാറ്റിസ്ഫൈഡ് വോൺസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ എന്താണ് ആ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഭയങ്കര കൂടുതലായ കാരണം അത് മേടിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ അടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ബട്ട് പെട്ടെന്ന് എന്താണ് ഒരു ദിവസം അതിൻ്റെ പ്രൈസ് ഭയങ്കരമായി കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് മേടിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഐഫോണിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും ഓഫേഴ്സിലോ അല്ലെങ്കിൽ അത് ഓഫ് സീസൺ ആവുമോ ഓഫ് ഡിമാൻഡ് ആവുന്ന സമയത്ത് കമ്പനി ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിന് തരാണെങ്കിൽ എന്താണ് നമുക്ക് എല്ലാവർക്കും ഐഫോൺ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാണ്. ബിക്കോസ് വി വോണ്ട് ടു സാറ്റിസ്ഫൈ സം അൺസാറ്റിസ്ഫൈഡ് വോൺസ്. എല്ലാമാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാണ് എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. അതായത് ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞു ഹയർ ദ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അതുപോലെ ലോവർ ദ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും അല്ലേ. എന്നാൽ ചില കേസിൽ എന്താണ് ഈ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യില്ല. അതായത് എന്താ, നമ്മൾ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയും, അതുപോലെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതാണ് എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ പ്രോഡക്ട്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഗുഡാണ് ഗിഫ് ആൻഡ് ഗുഡ്സ്. ഫസ്റ്റ് കേസാണ് ഗിഫ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് മറ്റൊരു തരത്തിൽ പറയുന്നതാണ് ഹിക്സിയൻ അപ്രോച്ച്. അതായത് ഇവിടെ ഗിഫ് ആൻഡ് ഗുഡ്സിൻ്റെ എപ്പോഴും അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസായിട്ട് എപ്പോഴും എന്തുണ്ടാവും, ഒരു റിലേഷൻ ഉണ്ടാവും. അതായത് ഗിഫ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫീരിയർ ഗുഡ്സ് ആണ്, അധികം പ്രൈസ് ഇല്ലാത്ത ചീപ്പറായിട്ടുള്ള ഗുഡ്സാണ്. ഇപ്പോൾ ബജ്ര എന്ന് പറയുന്നത് ഒരു ഇൻഫീരിയർ ഗുഡാണ്, ഗിഫ് ആൻഡ് ഗുഡാണ്. ഇതിൻ്റെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു എന്താണ് നമുക്ക് ബജ്രയ്ക്ക് പകരം യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് റൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഇൻഫീരിയർ ഗുഡ്സ് സാധാരണ കൺസ്യൂം ചെയ്യുന്നത് പുവർ പീപ്പിളാണ്. അപ്പോൾ അവർ എത്ര പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും എന്തായിരിക്കും, ആ ബജ്ര എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിൽ സ്റ്റിക്ക് ഓൺ ആയിരിക്കും. ദ കനോട്ട് പർച്ചേസ് ദ സുപ്പീരിയർ ഗുഡ് ലൈക്ക് റൈസ്. ഇവിടെ ഗിഫ് ആൻഡ് ഗുഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ഗുഡാണ്. അതിൻ്റെ പ്രൈസ് എപ്പോഴും അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആയിട്ട് ഇത് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻഫീരിയർ ഗുഡായ അല്ലെങ്കിൽ ഗിഫ് ആൻഡ് ഗുഡിൻ്റെ പ്രൈസ് കുറഞ്ഞാലും കൂടിയാലും ഗിഫ് ആൻഡ് ഗുഡ്സിൽ തന്നെ ആയിരിക്കും ആ കൺസ്യൂമേഴ്സ്
പർച്ചേസ് ചെയ്യുക, ദേ ആർ നോട്ട് റെഡി ടു പർച്ചേസ് ദ സുപ്പീരിയർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതാ വരുന്നത്, പ്രൈസ് കൂടിയാലും ആ ഗിഫൻ ഗുഡ് തന്നെയായിരിക്കും കൺസ്യൂമേഴ്സ് മേടിക്കുക. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. സോ വെൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ഇൻക്രീസസ്. സോ അത് ലോ ഓഫ് ഡിമാൻഡ് അല്ല. ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡാണ് വെബ്ലൈൻ ഗുഡ്സ് എന്ന് പറയുന്നത്. വെബ്ലൈൻ ഗുഡ്സിനെ പറയുന്ന ഇറ്റ്സ് ഫോളോഡ് ബൈ കോൺസ്പീക്യസ് കൺസെപ്ഷൻ. അതായത് വെബ്ലൈൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ എന്താണ്, ഹിയർ ദ പീപ്പിൾ വിൽ മെഷർ ദ യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി, അല്ലെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ യൂസ്, സാറ്റിസ്ഫാക്ഷൻ ബൈ ഇറ്റ്സ് പ്രൈസ്. പ്രൈസുമായി റിലേറ്റഡ് ആയിട്ട് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാണ്, ഒരു പ്രോഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ വെബ്ലൈൻ എഫക്റ്റ് എന്ന് പറയുക. പീപ്പിൾ ഹാവ് ദ ടെൻഡൻസി ദാറ്റ് ഹയർ പ്രൈസ്ഡ് ഗുഡ്സ് ഓർ സർവീസസ് ഗീവ്സ് മോർ യൂട്ടിലിറ്റി. നമുക്കറിയാം നമ്മളെന്താണ് ഇപ്പോൾ ഡയമണ്ട്, പ്ലാറ്റിനം, റൂബി അങ്ങനെയുള്ള പ്രോഡക്ട്സിനൊക്കെ ഹൈ പ്രൈസാണ് അല്ലേ. അപ്പോൾ അത് കൂടുതൽ അവർക്ക് എന്ത് കൊടുക്കും, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും എന്നുള്ള ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ വെബ്ലൈൻ എഫക്റ്റ് എന്ന് പറയുന്നത്. കോൺസ്പീക്ഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് സിമ്പിൾ അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ് പ്രൈസ് കൂടുമ്പോൾ അവർക്കത് മേടിക്കുന്നത്, അവർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഡിമാൻഡ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്. വെബ്ലൈൻ ഗുഡ്സിൽ ഹയർ പ്രൈസ് ഗുഡ്സ് ഗീവ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണുള്ളത്. ടു ദ ലോ ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുക, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുക. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് പ്രൈസ് ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഇപ്പോൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെരി ഹൈ പ്രൈസ് ആയിരിക്കും. ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലേ. ബ്രാൻഡഡ് ആയിട്ടുള്ള മിക്കവാറും ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ അങ്ങനെയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈ പ്രൈസ്ഡ് ആയിരിക്കും, ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് കുറയും അല്ലേ. ആണ് വരുന്നത്, പ്രൈസ് കുറയുമ്പോൾ ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് വീണ്ടും കുറയുന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനോ, അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ പ്രൈസ് ഭയങ്കരമായിട്ട് വീണ്ടും കൂടുന്നു തോന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കുറച്ചത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയുള്ള കേസിൽ അവിടെ എന്താ ചെയ്യുന്നത്, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ കാര്യം വിടാം. നമുക്കറിയാം ഇപ്പോൾ ചില ഐറ്റംസ്, ഇപ്പോൾ നമുക്കറിയാം ഈ ഫ്ലഡ് വരുന്ന കേസിലൊക്കെ ആൾക്കാർ എന്താണ്, ഒരു വെജിറ്റബിൾസിൻ്റെയും റൈസിൻ്റെയൊക്കെ വില കൂടുമെന്ന് മുൻകൂട്ടി അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താണ്, സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കൂടുതലാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതലാണ്. ബിക്കോസ് നമ്മൾ ചിന്തിക്കുകയാണ് ഫ്യൂച്ചറിൽ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വീണ്ടും കൂടുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. Because the anticipation of further increase of price. Exception to the law of demand അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആവാൻ കാരണം എമർജൻസീസ് ആണ്. നമുക്കറിയാം ചില എമർജൻസീസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ് അല്ലെങ്കിൽ ഡ്രോട്ട്, എർത്ക്വേക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാണെങ്കിൽ നമുക്കറിയാം ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ പ്രോഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ടാവുമോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാം. ഒരു ഷോർട്ടേജ് മുൻകൂട്ടി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കൂടിയാലും ഹയർ പ്രൈസിനും എന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസ് മേടിക്കും. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇവിടെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാണ് ചെയ്യണത്, ബിക്കോസ് വി ഹാവ് ദ ഫിയർ ഓഫ് സം ഷോർട്ടേജ് ഇൻ ഫ്യൂച്ചർ. വരുന്നതാണ് ചേഞ്ച് ഇൻ ഫാഷൻ ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഫാഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ഫാഷൻ പോയതിന് ശേഷം ആ പ്രോഡക്റ്റ് മേടിച്ചിട്ട് നമുക്കത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഈവൻ ഹയർ പ്രൈസ് ആയാലും എന്താണ്, ആ ഫാഷൻ അല്ലെങ്കിൽ ആ ട്രെൻഡ് ഔട്ടാവുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് മേടിക്കും. അപ്പോൾ ഇവിടെ ഹയർ പ്രൈസ് ആയാലും വി ആർ റെഡി ടു പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ് ബിക്കോസ് ദ ഫാഷൻ വിൽ ഔട്ട് ലേറ്റർ. എക്സാമ്പിളാണ് ഇപ്പോൾ നമുക്കറിയാം എന്താണ്, ഈ iPhone 12 Pro അല്ലേ. ഇപ്പോൾ അത് 13 വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 13 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് എന്താണ്, വളരെയധികം
നമ്മുടെ അതിൻ്റെ ഒരു ട്രെൻഡ് പോകും. അപ്പോൾ നമ്മൾ ഈവൻ ഹയർ പ്രൈസ് ആണെങ്കിലും എന്താണ്, ആ ട്രെൻഡ് ഔട്ട് ആവുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കും. ഹയർ പ്രൈസ് ആയാലും പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുകയാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഹൈ. നമ്മൾ പറയുന്നത് കോൺസ്പിക്യൂഷ്യസ് നെസസിറ്റീസ് ആണ്. നേരത്തെ പറഞ്ഞ വെബ്ലൻ എഫക്റ്റ് തന്നെയാണ്. അതായത് നമുക്ക് ചില നെസസിറ്റീസ് ഉണ്ട്, അത് നമ്മുടെ ലൈഫിൽ, മോഡേൺ ലൈഫിന് വളരെയധികം ആവശ്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം അതൊക്കെ ഹയർ പ്രൈസ്ഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ മോഡേൺ ലൈഫ്. സോ ഹയർ പ്രൈസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇവിടെ ലോ ഓഫ് ഡിമാൻഡിന് എഗെയിൻസ്റ്റ് ആണ്. ഈവൻ ഹയർ പ്രൈസ് വി വിൽ പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ്. ഇങ്ങനെയുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ഗുഡ്സ് മേടിക്കുന്നതിനെയാണ് നമ്മൾ ഈ കോൺസ്പിക്യൂസ് നെസസിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്. അതിനെ നമുക്ക് ബാൻഡ് വാഗൺ എന്ന് പറയുന്നത് പൊങ്ങച്ചം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇമിറ്റേഷൻ എഫക്റ്റാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ നൈബേഴ്സ് എല്ലാം എന്താണ് ഒരു പ്രോഡക്റ്റ് മേടിച്ചു. സോ നമുക്ക് എന്താണ്, നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഐഫോൺ മേടിക്കുക, അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കാറൊക്കെ മേടിക്കുക അല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് മേടിച്ചപ്പോൾ നമ്മളും അത് മേടിക്കുന്നു. അപ്പോൾ അവിടെ ഹയർ പ്രൈസ് ആവുകയാണെങ്കിലും എന്താണ്, നമ്മൾ ആ പ്രോഡക്റ്റ് മേടിക്കുകയാണ് ഇൻ ഓർഡർ ടു ഫോളോ ദ പർച്ചേസിങ് ബിഹേവിയർ ഓഫ് അവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഓർ നെയ്ബേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കേസുകളിലെല്ലാം തന്നെ എന്താണ്, ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിന് പകരം അപ്വേർഡ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. പ്രൈസ് കൂടുമ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. കാരണങ്ങൾ, അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാനുള്ള കാരണങ്ങൾ. പിന്നെ ഇതിനൊരു എക്സെപ്ഷനാണ്, അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും നോട്ടിൽ എഴുതി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. ഒന്ന്, എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡും വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൻ്റെ എങ്ങനെയാണ് ഗ്രാഫ് വരാമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.